ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ പഴയ നിയമത്തിലെ അല്ലെങ്കിൽ ബൈബിളിലെ 29ാമത്തെ പുസ്തകമായ യോവേൽ പ്രവചനമാണ് ഈ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. പാലസ്തീനിലുണ്ടായ വളരെ ഭീകരമായ വെട്ടുക്കിളികളുടെ ആക്രമണം, വിനാശകരമായ വരൾച്ച എന്നിവ യോവേൽ വിവരിക്കുന്നത് ആ പ്രവചനം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ നീതിയുള്ള ഹിതത്തെ എതിർക്കുന്നവർക്ക് ദൈവം തീർച്ചയായിട്ടും ശിക്ഷ നൽകുന്നു. കർത്താവിൻ്റെ ദിവസം വരാനായിട്ട് അടുത്തിരിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ സംഭവ വികാസങ്ങൾ യോവേൽ കൃത്യമായിട്ട് കാണുകയാണ്. കർത്താവിൻ്റെ ദിവസം വരുന്നു, അതിൻ്റെ ലക്ഷണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് യോവേൽ കാണുന്നു. അതുകൊണ്ട് ജനം മാനസാന്തരപ്പെടുവാനായിട്ട് യോവേൽ ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഒരു ക്ഷണം നൽകുന്നു. ജനത്തിനു വേണ്ടിയുള്ള ദൈവിക അനുഗ്രഹം, അതുപോലെ തന്നെ ദൈവജനത്തിൻ്റെ പുനഃസ്ഥാപനം, അതിൻ്റെ വാഗ്ദത്തം ഒക്കെ പ്രവാചകൻ ഈ പ്രവചനം വഴി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് യോവേൽ പ്രവചനത്തെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. യോവേൽ എന്ന പേരിൻ്റെ അർത്ഥം യഹോവ എൻ്റെ ദൈവമാകുന്നു, യഹോവ ഈസ് മൈ ഗാഡ്, യഹോവ എൻ്റെ ദൈവമാകുന്നു എന്നാണ്. വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് യോവേൽ എവിടെയാണ് വരുന്നത്? അല്ലെങ്കിൽ പല യോവേൽമാരുണ്ടല്ലോ, അതിൽ ഒന്നാമത്തെ യോവേലിനെ പരിചയമുണ്ടോ? ഒരു GK ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുകയാണെങ്കിൽ 1 ശമൂവേൽ 8-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. ശമൂവേൽ വൃദ്ധനായപ്പോൾ തൻ്റെ പുത്രന്മാരെ ഇസ്രായേലിന് ന്യായാധിപന്മാരാക്കി. അവൻ്റെ ആദ്യജാതന് യോവേൽ. അത്ര മതിയല്ലോ. ശമൂവേലിൻ്റെ ആദ്യജാതന് യോവേൽ എന്ന് പേർ. അപ്പോൾ അവിടെയാണ് യോവേൽ എന്നുള്ള പേര് ബൈബിളിൽ ആദ്യം നമ്മൾ കാണുന്നത് എന്ന് ഒരു താല്പര്യത്തിന് വേണ്ടി, ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കുമല്ലോ. യോവേൽ പ്രവചനത്തിനാകെ 3 അധ്യായങ്ങളാണുള്ളത്. എഴുത്തുകാരൻ യോവേൽ പ്രവാചകൻ തന്നെ എന്ന് നമുക്കറിയാമല്ലോ. ഈ പുസ്തകത്തെ വിഭജിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 2-ന്റെ 27 വരെ, 2-ന്റെ 28 മുതൽ 32 വരെ, 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെ, 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെ, ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് യോവേൽ പ്രവചനത്തെ തിരിക്കേണ്ടത്. ഈ 4 ഭാഗത്തുള്ള വിഷയങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2-ന്റെ 27 വരെയുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ ന്യായവിധി യഹൂദയുടെ മേൽ കടന്നു വരുന്നതിനെക്കുറിച്ചാണ്. ഗോഡ്സ് ജഡ്ജ്മെൻറ്റ് ഓൺ ജുഡയ. 2-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പ്രോമിസ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ വാഗ്ദത്തം ഈ കാലം കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ചയെക്കുറിച്ചാണ് അവിടെ നാം കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ജാതികളെ ന്യായം വിധിക്കുന്നു, ഗോഡ്സ് ജഡ്ജ്മെൻറ്റ് ഓഫ് നേഷൻസ് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അവസാനമായിട്ട് 3-18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദയുടെ പുനരുദ്ധാരണവും പുനഃസ്ഥാപനവും, റെസ്റ്റോറേഷൻ ഓഫ് ജുഡയ. ഈ 4 കാര്യങ്ങളാണ് യോവേൽ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഈ പുസ്തകത്തിൽ യഹോവയുടെ ദിവസം, ഡേ ഓഫ് ദ ലോർഡ് എന്നുള്ളതാണ്. നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, യഹോവയുടെ ദിവസം ഉണ്ടോ എന്ന് നോക്കിയാട്ടെ. 1-15 യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവയുടെ ദിവസം കണ്ടോ. 2-ന്റെ 1, 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, കാഹളമൂതുവിൻ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടു. യഹോവയുടെ ദിവസം ഇതിനി ധാരാളം പ്രാവശ്യമുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 1 ഇപ്പം നമ്മൾ വായിച്ചത്, 11-ലുണ്ട്, 31-ലുണ്ട്, 3-ാം അധ്യായത്തിൻ്റെ 14-ലുണ്ട്. സോ കോൺസ്റ്റൻ്റ്ലി ഈ പ്രയോഗം ആവർത്തിക്കുന്നത് നമുക്ക് കാണാം. എന്താണ് യഹോവയുടെ ദിവസം എന്താണെന്ന് നമുക്ക് പുറകെ നോക്കാം. ഈ പുസ്തകം നൽകുന്ന പ്രധാന സന്ദേശം മാനസാന്തരത്തിൻ്റെ മൂല്യവും പ്രാധാന്യവും. എന്തിനാണ് നമ്മൾ ദി ഇമ്പോർട്ടൻസ് ഓഫ് റിപ്പൻറ്റൻസ് ആൻഡ് ദ വാല്യൂ ഓഫ് റിപ്പൻറ്റൻസ്. മാനസാന്തരത്തിൻ്റെ മൂല്യം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്? അത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മവിടെ കാണുന്നത് പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരുവീൻ, നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി എങ്കിലേക്ക് തിരുവീൻ. 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ ഏതാനും വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യം, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി. അങ്ങനെ പറയുന്നത് ഇസ്രായേൽ നാട്ടിൽ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുമായിരുന്ന ആളുകൾ വസ്ത്രം കീറുമായിരുന്നു, ചാക്കുശീല ഉടുക്കുമായിരുന്നു, ചാരത്തിനകത്ത് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഒന്നും തട്ടാതെ
ഈ ആചാരങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് വസ്ത്രങ്ങളെ അല്ല, വായിച്ചാട്ടെ, വസ്ത്രങ്ങളെ അല്ല, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട സന്ദേശം ഈ പുസ്തകം നമുക്ക് നൽകുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുക, വസ്ത്രങ്ങളെ അല്ല, അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ അനുതാപം ഉണ്ടായിട്ട്, മാനസാന്തരം ഉണ്ടായിട്ട് എങ്കിലേക്ക് തിരിയുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. ഈ 4 ഭാഗങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പുസ്തകത്തെ 4ആയിട്ട് തിരിച്ചല്ലോ. ഓരോ ഭാഗത്തും പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ, യഹൂദയുടെ മേലുള്ള ന്യായവിധിയാണ് 1:1 മുതൽ 2:27 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അവിടെ വെട്ടുക്കിളി ബാധയാൽ രാജ്യത്തിന് വരാൻ പോകുന്ന വലിയ ഒരു വിപത്തിനെക്കുറിച്ച്, യഹോവയുടെ ദിവസത്തിൽ ആരും രക്ഷപ്പെടുകയില്ല, വെട്ടുക്കിളി, തുള്ളൻ, വിട്ടിൽ, പച്ചപ്പുഴു, 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്കതിൻ്റെ ആ സീരീസ് കാണാനായിട്ട് സാധിക്കും. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. തുള്ളൻ, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. വല്ല മനസ്സിലായോ എന്ന് എനിക്കൊരു സംശയം. എന്താണ് ഈ 4 കാര്യത്തിൻ്റെ? തുള്ളൻ ഇല തിന്നുകളയും, വെട്ടുക്കിളി തൊലി തിന്നുകളയും, വിട്ടിൽ തടിയുടെ വെള്ള ഭാഗം തിന്നുകളയും, പച്ചപ്പുഴു കാതൽ തിന്നുകളയും. ഇങ്ങനെയാണ് ആ വൃക്ഷം മുഴുവൻ നശിച്ചു പോകുന്നത്. മനസ്സിലായല്ലോ? ഇല, തൊലി, വെള്ള, കാതൽ, അങ്ങനെ ഓരോ ഭാഗം തിന്ന് നശിപ്പിച്ച് ഇല്ലാതാക്കി കളയും. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുമെന്ന് 7, 9 ഒക്കെ വാക്യങ്ങളിലുണ്ട്. ധാന്യം നശിച്ചും പുതുവീഞ്ഞ് അറ്റും എണ്ണയും വീഞ്ഞും കെട്ടും പോകും. 7-ാം വാക്യം നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. എന്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എന്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു, അതിന്റെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞു കളഞ്ഞു. തോലുരിച്ച്, അതാ ഞാൻ പറഞ്ഞ ഇല, തോലുരിച്ച് എറിഞ്ഞു കളയും. അതിന്റെ കൊമ്പുകൾ വെളുത്തുപോയിരിക്കുന്നു. കണ്ടോ, വെളുത്തു. അപ്പം വെള്ള തിന്നുന്നു, പിന്നെ കാതൽ. അപ്പോൾ ഇതിന് ബാക്കി നിങ്ങൾ വായിക്കുക. അതുകൊണ്ട് അപ്പം ഇത് നമുക്കെന്താ ഇതുമായിട്ട് ബന്ധം എന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു എന്ന് നാം കാണുന്നുണ്ട്. ഇത് ഇവിടെ ഒരു പ്രതീകമാണ്. ഇല കൂട്ടായ്മയെയും, തൊലി ദൈവവചനത്തെയും, വെള്ള അപ്പം നുറുക്കലിനെയും, കാതൽ പ്രാർത്ഥനയുമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ദൈവജനത്തിൻ്റെ വചനത്തോടുള്ള ആഭിമുഖ്യവും കൂട്ടായ്മയും, അവർ അപ്പം നുറുക്കുന്നതും പ്രാർത്ഥന കഴിക്കുന്നതും. അപ്പോൾ പഴയ നിയമകാലത്ത് അപ്പം നുറുക്കുമായിരുന്നോ എന്നിപ്പോൾ ചോദിക്കരുത്. കാരണം അവരുടെ ആത്മീയ ആചാരങ്ങൾ, ആത്മീയമായിട്ടുള്ള കൂട്ടായ്മകളെല്ലാം നശിപ്പിച്ച് കളയുന്ന ഒരു ന്യായവിധി യഹൂദയുടെ മേൽ വന്ന് വീഴുന്നതാണ് നാം കാണുന്നത്. നാം ഇതേക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഈ ദൈവവചനം പ്രമാണിക്കാതിരിക്കുകയാണെങ്കിൽ, ആവർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, വെട്ടുക്കിളിയെ അയച്ച് ദൈവം ന്യായം വിധിക്കും എന്ന് മോശ വഴി ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞിരുന്നു. നമുക്ക് 1-2 വാക്യങ്ങൾ മാത്രം പെട്ടെന്ന് നോക്കാം. ആവർത്തനം 28-ാം അധ്യായത്തിൻ്റെ 38, 39 വാക്യങ്ങൾ നോക്കുമ്പോൾ, നീ വളരെ വിത്ത് നിലത്തിലേക്ക് കൊണ്ടുപോകും, എന്നാൽ വെട്ടുക്കിളി തിന്ന് കളയുക കൊണ്ട് കുറെ മാത്രം കൊയ്യും. നീ മുന്തിരിത്തോട്ടങ്ങൾ നട്ട് രക്ഷ ചെയ്യും, എങ്കിലും പുഴു തിന്ന് കളയുക കൊണ്ട് വീഞ്ഞു കുടിക്കുകയില്ല. അപ്പൊ വചനം പ്രമാണിച്ച് നടക്കായിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദൈവം ഇങ്ങനത്തുള്ള ഒരു ന്യായവിധി അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആശ്ചര്യമായിട്ട് നടക്കുന്നതാണ് യോവേൽ കാണുന്നത്. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ ശലോമോൻ ആലയം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ, വെട്ടുക്കിളി അവരെ നിരോധിച്ചാൽ അവരുടെ അപേക്ഷ കേൾക്കണമേ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ജനത്തിന് അതിനെക്കുറിച്ച് അവബോധം ഉണ്ടായിരുന്നു. ദൈവം വെട്ടുക്കിളികളെ അയച്ച്, പുഴുവിനെ അയച്ച്, വിട്ടിലിനെ അയച്ച്, പച്ചപ്പുഴുവിനെ അയച്ച് ദേശത്തെ നശിപ്പിക്കും, അല്ലെങ്കിൽ ന്യായം വിധിക്കും. നമുക്ക് 1 രാജാക്കന്മാർ 8:37 വായിക്കാം. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ, കണ്ടോ, ഇതുണ്ടായാൽ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളുള്ള ദേശത്ത് അവരെ നിരോധിച്ചാൽ, വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ, യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ്റെ കാര്യം മനസ്സിലായി കാണും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർ പ്രാർത്ഥിക്കുകയോ യാചിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നീ അവരുടെ പ്രാർത്ഥന കേൾക്കണം. അപ്പോൾ അവിടെ എടുത്തു പറയുന്നുണ്ട്, വെട്ടുക്കിളിയും പുഴുവും തുള്ളനും ഒക്കെ ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും എന്നുള്ളത്. യോവേൽ പ്രവചനത്തിൽ ജനത്തിൻ്റെ പാപങ്ങൾ
പാപം കൊണ്ടാണല്ലോ ദൈവം ന്യായം വിധിക്കുന്നത്. എടുത്തു പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു പാപം മദ്യപാനമാണ്. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുകയാണെങ്കിൽ മദ്യപാനം, ആ മദ്യപാനം അവരെ പോസിബിൾ ആക്കുന്നതാണ് മുന്തിരി. അതുകൊണ്ടാണല്ലോ മുന്തിരി എന്ത് തിന്നു കളഞ്ഞു? പുഴു തിന്നു കളഞ്ഞു എന്ന് നമ്മൾ കണ്ടത്. 1:5 മദ്യപന്മാരെ ഉണർന്ന് കരവിൻ, വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ പുതുവീഞ്ഞ് നിങ്ങളുടെ വായ്ക്ക് അറ്റുപോയിരിക്കുകയാൽ മുറയിടുവിൻ. അപ്പം മദ്യപാനമാണ് ഒരു പ്രധാനപ്പെട്ട പാപമായിട്ട് എടുത്തു കാണിക്കുന്നത്. ഇതിനകത്ത് പുരോഹിതന്മാരും മറ്റ് എല്ലാ വിഭാഗങ്ങളും പങ്കാളികളാകുന്നുണ്ട് എന്ന് 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാം. അതുകൊണ്ട് ഭൂമി മുഴുവൻ കന്നുകാലികൾ ഉൾപ്പെടെ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വിധേയപ്പെടും. ഇവർ പാപം ചെയ്യുന്നത് കൊണ്ട്, മദ്യപാനത്തിലും മറ്റു തരത്തിലുള്ള പാപങ്ങളിലുമൊക്കെ മുഴുകുന്നത് കൊണ്ട്. പക്ഷേ അത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുമ്പോൾ ഇതൊരു പ്രവചനമാണല്ലോ. മഹോപദ്രവ കാലത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ, അന്ത്യകാലത്തേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ യോവേൽ പ്രവചിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുകയാണെങ്കിൽ നമുക്കവിടെ അതിൻ്റെ ഒരു സൂചന കാണാനായിട്ട് സാധിക്കും. ഇരുട്ടും അന്ധകാരവുമുള്ളൊരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ളൊരു ദിവസം തന്നെ, പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ളൊരു ജാതി. അങ്ങനെയുള്ളത് പണ്ടുണ്ടായിട്ടില്ല, ഇനിമേലാൽ തലമുറയായുള്ള ആണ്ടുകളോളം ഉണ്ടാകുകയുമില്ല. അപ്പോൾ മഹോപദ്രവം എന്ന് പറയുന്നത് പണ്ടുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. അങ്ങനെ ഒരു കാലത്തിലേക്ക് ഇതേക്കുറിച്ച് ദാനിയേൽ പ്രവാചകനും കർത്താവായ യേശുക്രിസ്തുവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വാക്യങ്ങൾ കൂടെ ഒന്ന് കണക്ട് ചെയ്യുന്നത് നല്ലതാണ്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിലാണല്ലോ അന്ത്യകാലത്തെക്കുറിച്ച് കർത്താവിനോട് ചോദിച്ചപ്പോൾ മറുപടികൾ പറഞ്ഞത്. 21-ാം വാക്യത്തിൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടം എന്ന പ്രയോഗം നമുക്ക് അവിടെ കാണാം. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും, ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. മഹോപദ്രവം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും ഇതേ കാര്യം ഇതേ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യോവേൽ, ദാനിയേൽ, യേശു അല്ലെങ്കിൽ മത്തായി സുവിശേഷം എല്ലാം ഒരേ കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം. ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടം, ആ പ്രയോഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി സംഭവിക്കാൻ സാധ്യതയില്ലാത്തതുമായ ഒരു കഷ്ടം. അപ്പം അത് മഹോപദ്രവ കാലത്തിലേക്കുള്ളൊരു സൂചനയാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെയുള്ള ഡെലിവറൻസ് ആണ് ത്രൂ റിപ്പൻറ്റൻസ്. മാനസാന്തരം, അനുതാപം വഴിയാണ് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് തിരിച്ച് യോവേലിലേക്ക് വന്നാൽ 2-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സഭായോഗം വിളിപ്പീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ, അല്ലേ? അപ്പോൾ ദൈവം ഉത്തരമരുളും. നമുക്ക് 15 മുതൽ 1-2 വാക്യങ്ങൾ വായിക്കാം. സിയോനിൽ കാഹളം ഊതുവിൻ, ഒരു ഉപവാസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ വിശുദ്ധീകരിപ്പിൻ. അതിനാണ് ഇതെല്ലാം ചെയ്യുന്നത്. താഴോട്ട് 18, 19, 21, 25, 26 വാക്യങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം ഉത്തരമരുളും എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നോക്കി, ദൈവം ഉത്തരമരുളും. നാം അനുതപിച്ച് നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു ചെല്ലുമ്പോൾ ദൈവം എന്ത് ചെയ്യും? യഹോവ തൻ്റെ ജനത്തിന് ഉത്തരം അരുളും. അതുകൊണ്ട് ന്യായവിധി യഹൂദയുടെ മേൽ വരുന്നു. അതിന് ദൈവം ചില വെട്ടുക്കിളികളെയും പുഴുവിനെയും തുള്ളലിനെയും പച്ചപ്പുഴുവിനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് ആദ്യ ഭാഗത്തുള്ളത്. 2-ാം ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ 2:28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിൻ്റെ വാഗ്ദത്തം ആണല്ലോ കാണുന്നത്. അത് ഭാഗികമായിട്ട് പെന്തക്കോസ്ത് നാളിൽ പൂർത്തീകരിച്ചതായിട്ട് പത്രോസ് പ്രസംഗിക്കുന്നുണ്ട്. ഇത് അതേപടി ഉദ്ധരിക്കുന്നുണ്ടല്ലോ. അവിടെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭാഗിക പൂർത്തീകരണം. നമുക്ക് വേണമെങ്കിൽ 30-ാം വാക്യം 28 മുതലുള്ള വാക്യങ്ങൾ വേണമെങ്കിൽ വായിക്കാം. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും ആവപ്പാടെയുള്ള വ്യത്യാസം പിടികിട്ടി കാണും. ഇവിടെ അതിൻ്റെ ശേഷം, പക്ഷേ പത്രോസ് ഉദ്ധരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും. അപ്പോൾ അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞത് ഏതിൻ്റെ ശേഷം എന്ന് നമ്മൾ യോവേൽ പ്രവചനം പഠിക്കുകയാണെങ്കിൽ ഏതിൻ്റെ ശേഷം? മാനസാന്തരത്തിന് ശേഷം. അനുതാപവും മാനസാന്തരവും അതാണല്ലോ 2-ാം അധ്യായത്തിൽ അല്പം മുമ്പ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ സഭയെ ശുദ്ധീകരിക്കുക, അല്ലേ? ഉപവാസം പ്രസിദ്ധമാക്കുക, സഭായോഗം വിളിക്കുക, എന്നിട്ട് സഭയെ ശുദ്ധീകരിക്കുക, ദൈവം
ഉത്തരമരുളും എന്ന് പറഞ്ഞിട്ട് അതിന് തൊട്ടു പിന്നാലെ പറയുന്ന അതിൻ്റെ ശേഷം അല്ലേ. നമ്മളത് പുതിയ നിയമത്തിലേക്ക് ഉദ്ധരിച്ച് വന്നപ്പോൾ അന്ത്യകാലത്തെ ഞാൻ സകല ജഡത്തിൻ്റെ മേലും എന്ന് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് കാലത്താണെങ്കിലും അനുതാപം, മാനസാന്തരം, അതിൻ്റെ പിന്നാലെയാണ് ദൈവം സംസാരിക്കുന്നതും ദൈവം തൻ്റെ ആത്മാവിനെ പകരുന്നതും എന്ന് ഓർത്തിരിക്കുക. നമുക്ക് മൂന്നാമത്തെ ഭാഗം, 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ സകല ജാതികൾക്കുമുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സകല ജാതികളും 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നോക്കിയാട്ടെ. ഞാൻ സകല ജാതികളെയും കൂട്ടി, കണ്ടോ, സകല ജാതികളെയും. 9-ാം വാക്യം 3:9 ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ. ജാതികളുടെ ഇടയിൽ, കണ്ടോ, സകല ജാതികളും ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ. 11-ാം വാക്യം ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. സകല ജാതികളും, ആ പ്രയോഗമാണ് കാണേണ്ടത്. 12-ാം വാക്യം ജാതികൾ ഉണർന്ന്. സകല ജാതികളും, എല്ലാ ജാതികൾക്കും തീർച്ചയായിട്ടും അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടത്. സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന്. അതിനകത്ത് സോർ, സീദോൻ, ഏദോം, മിസ്രയീം എന്നൊക്കെയുള്ള ചില പേരുകൾ എടുത്തു പറയുന്നുണ്ട്. എടുത്തു പറയാൻ കാരണം അവർ കഠിനപാപം ചെയ്തവരായതുകൊണ്ടാണ്. 3:14 വായിക്കുകയാണെങ്കിൽ ഒരസംഖ്യ സമൂഹത്തെ, സകല ജാതികളും ചേർന്ന ഒരസംഖ്യ സമൂഹത്തെ കാണാം. വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ, അപ്പോൾ വിധിക്കപ്പെടുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ സകല ജാതികളും കൂടുകയാണ്. വായിച്ചാട്ടെ. വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം. അപ്പൊ യഹോവയുടെ ദിവസം എന്തിനാണെന്നുള്ളത് പിടികിട്ടി. ന്യായം വിധിക്കാനുള്ള ദിവസമാണ് യഹോവയുടെ ദിവസം. നാലാമതായിട്ട് 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദയുടെ പുനരുദ്ധാരണം ആണ് നാം കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ വായിക്കുകയാണെങ്കിൽ ലിറ്ററൽ ആക്ഷരികമായിട്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കും. അന്ന് പാലും തേനും ഒഴുകുന്ന തരത്തിലുള്ള ഒരു ഭരണവും ജനത്തിൻ്റെ മടങ്ങിവരവും പുനഃസ്ഥാപനവും എല്ലാം നടന്ന വാക്യങ്ങൾ, കുറച്ച് വാക്യങ്ങളുള്ള വായിക്കാം. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും. പുതുവീഞ്ഞു പൊഴിക്കും. കുന്നുകൾ പാലൊഴുക്കും. ഓക്കെ. യഹൂദായിലെ എല്ലാ തോടുകളും വെള്ളമൊഴുകും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട് ശിത്തീം താഴ്വരയെ നനയ്ക്കും. യഹൂദാ ദേശത്ത് വെച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് അവരോട് ചെയ്ത സാഹസം ഹേതുവായി മിസ്രയീം ശൂന്യമായി തീരുകയും ഏദോം നിർജ്ജന മരുഭൂമിയായി ഭവിക്കുകയും ചെയ്യും. യഹൂദായ്ക്കോ സദാകാലത്തേക്കും യെരൂശലേമിന് തലമുറ തലമുറയോളം നിവാസികൾ ഉണ്ടാകും. ഞാൻ പോക്കിയിട്ടില്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ പോക്കും. യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും. യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും എന്ന ആ പ്രയോഗത്തോടു കൂടിയാണ് പുസ്തകം അവസാനിക്കുന്നത്. ഇതേ കാര്യം സക്കര്യാവ് തൻ്റെ പ്രവചനത്തിൽ 14-ാം അധ്യായം 4-8 വാക്യങ്ങളിൽ എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പഠിക്കാവുന്നതാണ്. സക്കര്യാ പ്രവചനം 14-ാം അധ്യായം എടുത്തു നോക്കിയാൽ വേണമെങ്കിൽ 4-8 വാക്യങ്ങൾ മാത്രം നമുക്കൊന്ന് വായിക്കാം. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിന്റെ കിഴക്ക് ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. അതാണ് നേരത്തെ നമ്മൾ 3:14 വിധിയുടെ താഴ്വര എന്ന് വായിച്ചത്. 8-ാം വാക്യം 14:8 ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് തന്നെയാണല്ലോ ഇവിടെ യോവേൽ 3:18 ശ്രദ്ധിച്ചായിരുന്നോ? ആലയത്തിൽ നിന്നൊരു ഉറവ പുറപ്പെട്ടു എന്ന് വായിച്ചിരുന്നു. അപ്പം കണക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. യോവേൽ 3:18 ഉണ്ടോ എന്ന് നോക്കിയേ. ആലയത്തിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദായിലെ എല്ലാ തോടുകളും വെള്ളമൊഴുകും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ടു. അപ്പൊ ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പം സക്കര്യാവ് 14-ാം അധ്യായവും യോവേൽ 3-ാം അധ്യായവും കൂടി ചേർത്ത് വെച്ച് പഠിക്കുന്നതും നന്നായിരിക്കും. നമുക്ക് എഴുത്തുകാരനായ അല്ലെങ്കിൽ പ്രവാചകനായ യോവേലിനെയും കൂടെ നോക്കാം ഈ പഠനം പൂർത്തീകരിക്കുന്നതിനായിട്ട്. യോവേൽ പ്രവാചകനെ നാം പരിശോധിക്കുമ്പോൾ പെഥൂവേലിൻ്റെ മകനായ യോവേൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കിയാട്ടെ. 1:1 പെഥൂവേലിന്റെ മകനായ യോവേലിനുണ്ടായ പെഥൂവേൽ. ആകെപ്പാടെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ പെഥൂവേലിൻ്റെ മകനായ യോവേൽ. തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് മറ്റൊന്നും ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല. യഹൂദയിലെ ആദ്യകാല പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു യോവേൽ എന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നു. യഹൂദ രാജാവായ യോവാശിൻ്റെ കാലത്താണ് പ്രവചിച്ചത് എന്ന് കരുതപ്പെടുന്നു. ചെറുപ്പകാലത്ത് യോവേൽ
ഏലിയാവിനെയും ഏലീശയെയും ഒക്കെ കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ചരിത്രത്തിൽ നിന്ന് നമുക്ക് പണ്ഡിതന്മാർ കരുതുന്നുണ്ട്. 2 രാജാക്കന്മാർ 11-12 അധ്യായങ്ങൾ, 2 ദിനവൃത്താന്തം 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളൊക്കെ വായിച്ചാൽ ആ സൂചനകളെ സാധൂകരിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. 2 രാജാക്കന്മാർ 11-12, 2 ദിനവൃത്താന്തം 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുക. പ്രവചന വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പെട്ടെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, വ്യക്തിജീവിതത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളില്ലാത്തത് കൊണ്ട് പ്രവചിച്ച കാര്യങ്ങളാണല്ലോ പിന്നെ നമുക്ക് നോക്കാൻ ഒക്കുന്നത്. വെട്ടുക്കിളികളെ കൊണ്ടുള്ള ബാധ അത് നമ്മൾ പരാമർശിച്ചായിരുന്നല്ലോ. വരാനിരിക്കുന്ന ന്യായവിധി, ക്ഷാമം, നാശം, ഇതെല്ലാം ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഉണ്ട്. ക്ഷാമം മൂലം ജീവജാലങ്ങൾക്ക് വരുന്ന നാശത്തെക്കുറിച്ച് 1-ാം അധ്യായത്തിൻ്റെ 9, 19, 20 വാക്യങ്ങൾ. 1-9 മാത്രം വേണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. വയൽ ശൂന്യമായി തീർന്നു. 9 കഴിഞ്ഞിട്ട് വരികയാണ്. 10ലേക്ക് വരുമ്പോൾ വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചും പുതുവീഞ്ഞ് വറ്റിയും. അപ്പം ക്ഷാമം മൂലം ജീവജാലങ്ങൾക്കെല്ലാം ക്ഷതം വരുന്നു, നാശം വരുന്നു. എന്നിട്ട് 3-ാമതായിട്ട് അനുതാപത്തിനുള്ള ക്ഷണം, അത് നമ്മൾ വായിച്ചിരുന്നു 2-16-17 വാക്യങ്ങളിൽ. സഭായോഗം വിളിക്കുവിൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ. അങ്ങനെ നമ്മൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവത്തെയാണ് 19 മുതൽ 27 വരെ, 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ചില വാക്യങ്ങൾ പറയാം, അത് മാത്രം ഒന്ന് വായിച്ചാട്ടെ. 19-ാം വാക്യം, യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത്. യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത്. 21-ാം വാക്യം, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. യഹോവ ഉത്തരമരുളി, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തു. 26-ാം വാക്യം, 26-ാമത്തെ വാക്യം, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. നിങ്ങൾ ദൈവത്തെ ആരാധിക്കും, സ്തുതിക്കും, ലജ്ജിച്ചു പോകുകയില്ല. 27-ാം വാക്യവും കൂടെ ചേർക്കാം. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്, വേറെ ആരും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അപ്പോൾ ആ തരത്തിൽ ദൈവം അവരെ സഹായിക്കും. അവനെ വിളിച്ചപേക്ഷിച്ചാൽ മറുപടി നൽകുന്ന ദൈവം. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ മുൻമഴയും പിന്മഴയും, ലാറ്ററൽ റെയിൻ ആൻഡ് ഫോർമർ റെയിൻ, മുൻമഴ പിന്മഴ, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കൃഷി ഇറക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം മുൻമഴ വേണം, അത് വിളയണമെങ്കിൽ പിന്മഴ വേണം. 23-ാം വാക്യം നമുക്ക് വായിക്കാം. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. മുൻമഴയും പിന്മഴയും രണ്ടും നമുക്ക് തരും എന്നുള്ള കാര്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആത്മാവിൻ്റെ പകർച്ചയുടെ വാഗ്ദത്തം നേരത്തെ കണ്ടല്ലോ. 2-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ യഹോവയുടെ ദിവസത്തെക്കുറിച്ചുള്ള പ്രവചനവും നമുക്ക് കാണാം. ഈ പ്രവചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, യഹോവയുടെ ദിവസത്തെക്കുറിച്ചുള്ള ആദ്യ പ്രവചനം, യഹോവയുടെ ദിവസം എന്നുള്ളത് ഇത്ര ശക്തമായിട്ട് എടുത്തു പറയുന്ന ആദ്യ പ്രവചനം യോവേൽ പ്രവചനമാണ്. എന്നാൽ പ്രവാചകൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഒന്നും വെളിപ്പെടുത്താത്ത പുസ്തകം. ശ്രദ്ധിച്ചോ? മറ്റുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. യെശയ്യാവ്, യിരെമ്യാവ്, ഹോശയ ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഭാര്യയെക്കുറിച്ച് പറയുന്നുണ്ട്, കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ യോവേലിനെക്കുറിച്ച് നത്തിങ്. ഭാര്യ ഉണ്ടായിരുന്നോ, മക്കളുണ്ടായിരുന്നോ, വീടുണ്ടായിരുന്നോ, എവിടെയായിരുന്നു? നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. തന്നെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ യഹോവയുടെ ദിവസത്തെക്കുറിച്ച് ശക്തമായിട്ട് പറയുന്നു. മറ്റൊരു പ്രത്യേകത, ഇസ്രായേലിൻ്റെ പാപങ്ങളെ എടുത്തു പറയുമ്പോൾ മിക്കവാറും എല്ലാ പ്രവാചകന്മാരും എടുത്തു പറയുന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? വിഗ്രഹാരാധനയാണ്. അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിനായിട്ട് വിഗ്രഹാരാധനയിലേക്ക്. എന്നാൽ യോവേൽ പ്രവചനത്തിൽ വിഗ്രഹാരാധനയെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല. ഹി സൈലൻ്റ് അബൌട്ട് ഇറ്റ്. പിന്നെ അദ്ദേഹം എടുത്തു പറയുന്ന പാപം എന്തായിരുന്നു? നമ്മളിവിടെ പരാമർശിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? മദ്യപാനമാണ്. അതുകൊണ്ടാണ് ഇതിനെ അയച്ചത്, വെട്ടുക്കിളിയെയും തുള്ളനെയൊക്കെ അയച്ചത്, അത് കുത്തിക്കളയാനായിട്ട്. മദ്യപാനമാണ് ഏറ്റവും വലിയ പാപമായിട്ട്. വിഗ്രഹാരാധന, പരസംഗം, ആ കാര്യങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. വെട്ടുക്കിളി നാശത്തെക്കുറിച്ചുള്ള
മനോഹരമായൊരു തുടക്കമായിട്ടാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ അത് വന്ന് അവസാനിക്കുന്നത്, പുസ്തകം തുടങ്ങുന്നത് വെട്ടുക്കിളിയുടെ ആക്രമണത്തോടെയാണല്ലോ, പുസ്തകം അവസാനിക്കുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടിയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതാണ് പത്രോസ് പെന്തക്കോസ്ത് നാളിൽ ഉദ്ധരിച്ചതെന്നും ഓർക്കുക. നമുക്ക് ഈ പഠനം അവസാനിപ്പിക്കാനായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ പറഞ്ഞിരുന്നു യഹോവയുടെ ദിവസം എന്താണെന്ന് പറയാമെന്ന്. നമ്മളിതിനു മുമ്പ് ബൈബിൾ സർവേയിൽ പല സന്ദർഭങ്ങളിലും പഠിച്ചിട്ടുള്ളതാണെങ്കിലും യഹോവയുടെ ദിവസമുണ്ട്, കർത്താവിൻ്റെ ദിവസം, അല്ലെങ്കിൽ ഡേ ഓഫ് ദ ലോർഡ് ആൻഡ് ഡേ ഓഫ് ക്രൈസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ തിരിച്ച് അറിയുന്നത് നല്ലതാണ്. യോവേൽ പ്രവചനത്തിൽ കൂടി ഓടിപ്പോവുകയാണെങ്കിൽ 1:15 നമ്മൾ നേരത്തെ ഒന്ന് വായിച്ചായിരുന്നു. 1:15 യഹോവയുടെ ദിവസം. നമുക്കിപ്പോൾ അത് മതി. 2:1 യഹോവയുടെ ദിവസം വരുന്നത്. യഹോവയുടെ ദിവസം 11, 2:11 യഹോവ തന്റെ സൈന്യത്തിന്റെ മുമ്പിൽ മേഘനാഥം കേൾപ്പിക്കുന്നു, അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം അതിഭയങ്കരവുമാകുന്നു. 31 വാക്യം, 2-ാം അധ്യായത്തിന്റെ 31 വാക്യം. കണ്ടോ, ഇത്ര അധികം പ്രാവശ്യം ഈ കാര്യത്തെ എടുത്തു പറയുന്നു. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം. 3:14 വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവയുടെ ദിവസം ഇതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട്, ഇത് യെശയ്യാവും യിരെമ്യാവും മലാഖിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ സ്വയമായിട്ട് വായിക്കണം. യെശയ്യാവ് 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 4-ാം അധ്യായത്തിൻ്റെ 1-2 അന്നാളിൽ എന്ന് പറഞ്ഞ് വായിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു വാക്യം യെശയ്യാവിൽ നിന്ന് വായിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെ. 6-9 നോക്കിയാട്ടെ. യെശയ്യാവ് 13-ാം അധ്യായം. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കുന്നു. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കുന്നു. യഹോവയുടെ ദിവസം ക്രൂരമായി. കണ്ടോ, അപ്പോൾ ഇത് മറ്റു പുസ്തകങ്ങളിലും ഉണ്ട്. അതുപോലെ യിരെമ്യാവ് 46:10 ആ ദിവസം എന്നാണ് പറയുന്നത്. മലാഖി, നമുക്ക് മലാഖി ഒന്ന് നോക്കാം. മലാഖി 4:5 വായിക്കുമ്പോൾ പിന്നെ അത് ഉദ്ധരിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ. ഓക്കെ, മലാഖി 4:5. മലാഖി പ്രവചനം 4-ാം അധ്യായം പഴയ നിയമത്തിൽ അവസാനം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് പ്രവാചകന്മാരെല്ലാവരും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ വന്നാൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസിൻ്റെ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇതേ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാം. അപ്പോസ്തല പ്രവൃത്തി 2:20. കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാൾ വരും മുൻപേ. കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാൾ. ഇനി 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നോക്കിയാൽ, പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. കർത്താവിന്റെ ദിവസമോ. കർത്താവിന്റെ ദിവസമോ. കണ്ടോ, അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം, ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്തിൻ്റെ ദിവസമാണ്? ന്യായവിധിയുടെ ദിവസമാണ്. അന്നാണ് വിധിയുടെ താഴ്വരയിൽ അനേകം ആളുകളെ, ആബാലവൃദ്ധം എല്ലാവരും ആ വിധിയുടെ താഴ്വരയിൽ വരുന്ന ദിവസമാണ് യഹോവയുടെ നാൾ എന്ന് പറയുന്നത്. എന്നാൽ ദൈവസഭയെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ നാൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഏതാനും വാക്യങ്ങൾ മാത്രം നോക്കാം. പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യ ലേഖനം 1:8, 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ. കണ്ടോ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ. 5:5 അതേ പുസ്തകം, 1 കൊരിന്ത്യർ 5:5. ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ. കർത്താവായ യേശുവിൻ്റെ നാളിൽ. 2 കൊരിന്ത്യ ലേഖനം 1:14. ഒരുപാട് വാക്യങ്ങളുണ്ട്, നമുക്ക് കുറച്ച് മാത്രം. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാളിൽ. കർത്താവായ യേശുവിൻ്റെ നാളിൽ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം. യേശുക്രിസ്തുവിന്റെ നാളോളം. 10-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക്. ക്രിസ്തുവിന്റെ നാൾ. 2:16. ഫിലിപ്പിയ ലേഖനം 2:16. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ. അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായി കാണും. ഇനി 1 തെസ്സലോനിക്ക ലേഖനം 5:2 2 തെസ്സലോനിക്ക ലേഖനം 2:2 ഒക്കെ ഇതേ പ്രയോഗം കാണാം. ഈ ക്രിസ്തുവിന്റെ നാളിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, സഭയ്ക്ക് പ്രതിഫലങ്ങൾ കൊടുക്കുക ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ നാൾ എന്ന് പറയുന്നത് എടുക്കപ്പെട്ട ദൈവസഭയ്ക്ക് ക്രിസ്തു പ്രതിഫലങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുകയും പ്രതിഫലങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ദിവസമാണ് ക്രിസ്തുവിൻ്റെ നാൾ. എന്നാൽ യഹോവയുടെ നാൾ എന്ന് പറയുന്നത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്, വെള്ള സിംഹാസനത്തിലിരുന്ന് സകല ആളുകളെയും ന്യായം വിധിക്കുന്ന, സഭയിൽ അവിടെ ബാക്കിയുള്ളവരെ ന്യായം വിധിക്കുന്ന ദിവസം ആണ്. അപ്പോൾ ഈ വ്യത്യാസം
യോവേൽ എടുത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ യോവേൽ പ്രവാചകൻ ഉണർവിൻ്റെ പ്രവാചകനാണ്, ഉണർവിൻ്റെ വക്താവാണ്. യഥാർത്ഥത്തിലുള്ള അനുതാപവും മാനസാന്തരവും നാം ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണെങ്കിൽ ദൈവം ഉണർവയ്ക്കും, ദൈവം ഉത്തരം അരുളും എന്ന് നാം കാണുന്നു. ഇവിടെ വസ്ത്രങ്ങളെ കീറണ്ട, പക്ഷേ കർത്താവ് എന്ത് കീറി? തിരശ്ശീല കീറി, സ്വർഗം അല്ലെങ്കിൽ ആകാശം കീറി. അതുകൊണ്ട് വസ്ത്രങ്ങളെ കീറിയിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ടി എന്താണ് കർത്താവ് കീറിയത്? തിരശ്ശീല കീറിക്കളഞ്ഞു, വേർപാടിൻ്റെ നടുച്ചുവർ കീറിക്കളഞ്ഞു. അതുപോലെ തന്നെ സ്വർഗം തുറന്നു, അല്ലെങ്കിൽ റെൻറ്റ് ഹെവൻ. എന്നിട്ട് നമുക്ക് ദൈവത്തോട് ആക്സസ്, ദൈവത്തോട് ബന്ധം തന്നിരിക്കുകയാണ്. അതുവഴിയാണ് പെന്തിക്കോസ്റ്റൽ ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ ആത്മാവിനെ പകർന്ന അനുഗ്രഹങ്ങൾ. അതിൽ സ്വർഗം തുറന്ന്, സ്വർഗം കീറി നമ്മുടെ മേൽ ആത്മാവിനെ പകരുന്ന അതേ യഥാർത്ഥ അനുതാപത്തിൻ്റെ പിന്നാലെയാണ് ഈ അനുഗ്രഹങ്ങൾ വരുന്നത് എന്ന് യോവേൽ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ചെറിയ ഇൻഫർമേഷനൊക്കെ വെച്ചിട്ട് യോവേൽ പ്രവചനം വിശദമായിട്ട് പഠിക്കുക. ഡിസ്ക്രിപ്ഷൻ പേജിൽ പോയാൽ നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ ബൈബിൾ സർവേ നമ്മൾ പഠിച്ചത് കിട്ടും. അതുപയോഗിച്ച് യോവേൽ പ്രവാചകനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുക. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ.